ഇന്ന് നമ്മൾ മലയാളികൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഒരിച്ചിരി പായസമോ അല്ലെ ഒരിച്ചിരി ചോറുണ്ണാനോ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ ഓണം. അപ്പം നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമൊന്നും ഇല്ലെങ്കിലും ചെറിയ ഒരു സന്തോഷത്തിൽ നമുക്കുള്ളത് വെച്ചിട്ട് ചെറിയൊരു ഓണം ആഘോഷിക്കാം അല്ലേ. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരു പാവയ്ക്ക പായസമാണ് കാണിച്ചു തരുന്നത് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം, വായോ. നമുക്ക് വെള്ളപ്പാവയ്ക്ക തന്നെ വേണം കേട്ടോ, മാക്സിമം അത് തന്നെ ശ്രമിക്കണം, എന്നാൽ നല്ലത്. പിന്നെ എല്ലാവരും ചോദിക്കും ഓണമൊക്കെ ആയിട്ട് ഒരു സെറ്റും മുണ്ടുമൊക്കെ ഒന്ന് ഉടുത്തൂടെയെന്ന്. സെറ്റും മുണ്ടുമൊക്കെ ഉടുത്ത് ഞാൻ വേറെ ഫോട്ടോ ഇട്ട് തരാവേ. അടുക്കള പണിയെടുക്കുമ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും നല്ലത്. എന്താ പറയുക, എണ്ണ തെറിച്ചാലോ ഇച്ചിരി മഞ്ഞപ്പൊടി തെറിച്ചാലോ ഒന്നും ഇത് പ്രശ്നമില്ലല്ലോ. ഇതാ നമ്മൾ പാവയ്ക്ക ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകി എടുത്തു കൊണ്ടുവന്നാണ് കേട്ടോ, ജലാംശമൊക്കെ മാറ്റിയിട്ട്. ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി നമ്മൾ അരിയും. ഇത് വീട്ടിൽ എത്ര പേരുണ്ട്, ഇത് ഇച്ചിരി നല്ല മുഴുത്ത പാവയ്ക്കാണ്. ഇപ്പം വീട്ടിൽ നമ്മൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ചുള്ള പാവയ്ക്ക എടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഇത് മൊത്തം എടുക്കുന്നില്ല കേട്ടോ, മൊത്തത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കേ കുരുവൊക്കെ ഒന്ന് കളയാവേ, എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. എല്ലാവരും വിചാരിക്കുവേ റിൻസി പാചകം ചെയ്ത് ഇത് വട്ടായോ എന്നല്ലേ. അല്ല കേട്ടോ, നല്ലതാ, ഇതൊന്നും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റുള്ള പായസ. ചെറുതാക്കി അരിയാം കേട്ടോ, കനം കുറച്ച് ഇങ്ങനെ നീളത്തിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കാവേ, തീരെ കനം കുറയ്ക്കണം കേട്ടോ. പാവയ്ക്കെല്ലാം നന്നായിട്ട് അരിഞ്ഞു വെച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് പറയാവേ. 1/2 ഗ്ലാസ് തേനാണ് കേട്ടോ, തേൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം. 1 കിലോ ശർക്കരയ്ക്കകത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചെറുതീയിൽ ഉരുക്കിയെടുത്താണ്, ഒത്തിരി വെള്ളം ഒഴിച്ച് നീട്ടരുത്. പിന്നെ 1-ാം പാല് 2-ാം പാല്, അത് ഒരു 2 തേങ്ങയുടെ ആണ് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും നല്ല പശുവിൻ നെയ്യ്, ഇത്രയാണ് നമ്മുടെ സാധനം. ഇതാന്ന് നോക്കിയേ. നമ്മളിത് ഇനി നന്നായിട്ടൊന്ന് ഞെരടണം കേട്ടോ. ഞെരടിയിട്ട് ഇതുണ്ടോ, നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞിട്ടേ, ഒന്നും കിട്ടാനില്ല എന്നാലും അതൊന്ന് കണ്ടോ, 2-3 തുള്ളി കിട്ടിയാൽ തന്നെ നല്ലതാണ്. നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് ഇതാ തേനിനകത്തോട്ടാണ് ഇടുന്നത് കേട്ടോ. നമ്മളിത് ഈ തേനിനകത്തേ ഇതിങ്ങനെ മുക്കി ഒരു 1/2 മണിക്കൂർ വെച്ചേക്കാവേ. നിങ്ങൾ എത്ര പാവയ്ക്ക എടുക്കുന്നോ അതിനനുസരിച്ച് തേൻ എടുക്കണം കേട്ടോ. ഞാനിപ്പം വലിയൊരു പാവയ്ക്കായിരുന്നു, അതിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് തേനിനകത്ത് ഇതാ ഇങ്ങനെ വിട്ട് വെച്ചേക്കുക. നമ്മളൊരു ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട്, സ്റ്റൗവൊക്കെ ഓണാക്കി, ചട്ടി ചൂടാവട്ടെ, എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഉരുളി ചൂടായിട്ടുണ്ട്, 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തേ. നമ്മളെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ, നല്ല പശു നെയ്യ്. അതിലേക്ക് നമ്മളെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തെ, നമ്മൾ ഇതിനകത്തില്ലേ കാഷ്യൂ മുന്തിരി ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ, നമ്മുടെ തനിനാടൻ പായസമാണ്. ഈ തേങ്ങാക്കൊത്ത് മാത്രം മതി. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ദേ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഈ തേനിനകത്ത് കിടക്കുന്ന നമ്മുടെ പാവയ്ക്കയില്ലേ, ആ പാവയ്ക്ക ഇങ്ങനെ എടുത്തിട്ട്, തേൻ വേണ്ട കേട്ടോ, തേനില്ലാതെ നമുക്ക് നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. തേൻ ഉപയോഗിക്കാതെയാണ് കേട്ടോ. ഈ പാവയ്ക്ക തേനിനകത്തൊക്കെ കിടക്കുമ്പോൾ ഇല്ലേ കയ്പ്പൊക്കെ അങ്ങോട്ട് മാറും, കുറയും. ചുമക്കെ ഒന്ന് വറുത്തെടുക്കാം. നിങ്ങളൊക്കെ ഓണത്തിന് കളിയടയ്ക്കയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ, ഒരുപാട് ഐറ്റം അമ്മമാരുണ്ടാക്കി വയ്ക്കത്തില്ലേ. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ കളിയടയ്ക്കാം, ചിപ്സ്, എന്തൊക്കെയാ, ചേന വറക്കുക, ചേമ്പ് വറക്കുക, പിന്നെ എന്താ അങ്ങനെ എന്തെല്ലാം വറുത്ത് നമ്മൾ കഴിക്കുമായിരുന്നു അല്ലേ. പാവയ്ക്കയൊക്കെ കണ്ടോ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ, ഇച്ചിരി കൂടെ ഒന്ന് ആയിക്കോട്ടെ. നമ്മുടെ പാവയ്ക്കയൊക്കെ നല്ല പോലെ ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരം പാകത്തിന് ഒഴിക്കണം കേട്ടോ, അധികം വെള്ളം ഇല്ലാതെ നമ്മൾ ഉരുക്കി വെച്ച നമ്മുടെ പാനിയാണ്. ഇത്ര നമുക്ക് ഒഴിക്കാം. 1/2 കിലോ ശർക്കരയാണ് ഇത്, നല്ല നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന നല്ല ശർക്കരയാണ് കേട്ടോ, അതിൻ്റെ കളറുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് പാനി ഒഴിച്ചു കൊടുത്തത്.
ഇതിനി ഈ പാവയ്ക്കയുമായിട്ട് അങ്ങനെ അങ്ങോട്ട് സെറ്റാവണം കേട്ടോ. ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം. മധുരം ഇപ്പം ഇത്ര ഒഴിച്ചാൽ മതി. ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ പാവയ്ക്കയും ശർക്കരയും എല്ലാം കൂടെ കണ്ടോ നല്ല പോലെ അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ രണ്ടാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നോക്കിയേ, ഇനി ഇതും ഇതുപോലെ തന്നെ ഒന്ന് കുറുകി നല്ല പോലെ ഒന്ന് വരണം, കുറുകി വരണേ. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിനകത്തേ ഒരു കദളിപ്പഴവും കൂടെ അരച്ച് ചേർക്കണം. പക്ഷേ എനിക്ക് തപ്പിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ചേട്ടനെ ഒന്നും കൂടെ ഓടിച്ചിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ ഞാനത് ചേർക്കും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കദളിപ്പഴം ഒരെണ്ണം നന്നായിട്ട് അരച്ച് ഇതിനകത്ത് ചേർക്കണം കേട്ടോ. അതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ്. പക്ഷെ ഇപ്പോൾ കിട്ടാനില്ല. ചുമന്ന പഴമില്ലേ അത് ഇപ്പോൾ കിട്ടാനില്ലല്ലോ. ഞാൻ ഒരു റൗണ്ടും കൂടെ ഓടിച്ച് വിട്ടിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ നമുക്ക് ചേർക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ചേർക്കണം കേട്ടോ. പാവയ്ക്ക എല്ലാം കൂടെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പഴമാണ്. കദളിപ്പഴം കിട്ടിയില്ല, പക്ഷേ 2 ഞാലിപ്പൂവമ്പഴത്തേൽ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ കദളിപ്പഴം കിട്ടിയില്ലെങ്കിൽ ഞാലിപ്പൂവമ്പഴം ആണെങ്കിലും ചേർക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്താണേ. അതങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. കദളിപ്പഴം ആണെങ്കിലേ ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. ഞാലിപ്പൂവൻ ചെറുതായിരുന്നേ, അതുകൊണ്ട് 2 എണ്ണം ചേർത്തത്. ഇനി നമുക്ക് ഇതും ഒന്ന് നല്ല പോലെ ഒന്ന് തിള വന്ന് തുടങ്ങുമ്പം 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാലും കൂടെ ഒഴിച്ച് നമ്മുടെ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ പരിപാടി കഴിയും. പക്ഷെ ക്ഷമയോടെ ഇങ്ങനെ ഇളക്കിയാലേ കൊതിയോടെ നല്ല ടേസ്റ്റുള്ള പായസം കുടിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ പഴം ചേർത്ത് കഴിഞ്ഞ് ഒന്നും കൂടെ തിളച്ചു. തീയൊക്കെ ഒന്നും കൂടെ കുറച്ചിട്ട് ഇതാ 1-ാം പാൽ പാകത്തിന് ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ മുഴുവൻ പാവയ്ക്ക എടുക്കാത്തതുകൊണ്ടാണ് മുഴുവൻ തേങ്ങാപ്പാൽ എടുക്കാത്ത കേട്ടോ. നമ്മുടെ പാകത്തിനുള്ളത് മതി. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇനി തിളച്ച് പോരുത്. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇനി നമ്മൾ നമ്മുടെ ചുക്കുപൊടി ഏലക്കാപ്പൊടി ഇതാ ചേർക്കുന്നത്. ചുക്കുപൊടി 1 സ്പൂണ്, അതുപോലെ തന്നെ അത് ഏലക്കാപ്പൊടി 1 സ്പൂണ്, ചുക്കുപൊടി ഇതാ 1/2 സ്പൂൺ. ഇത്രയും മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. അല്ലെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ നല്ലതാണ്. നമ്മുടെ പാവയ്ക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ തോന്നുമോ പാവയ്ക്കാന്ന്? നമുക്ക് പതിയെ ഒന്ന് നല്ല പോലെ കണ്ടോ തിളച്ച് പോരുത്. എന്നാൽ കുമള ഇങ്ങനെ വരുമ്പോഴത്തേനും സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കണേ. ഈ ചട്ടി ആയതുകൊണ്ട് ഒന്നും കൂടെ ഇരുന്നൊന്ന് കുറുകും കേട്ടോ. അപ്പം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കണം. പാത്രത്തിൽ ഒഴിച്ച് കുടിക്കണ്ടേ? പായസം ഒന്ന് കുടിച്ചു നോക്കാം. കണ്ടോ പാവയ്ക്കാണെന്ന് ആരും പറയത്തില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്. ഇനി നമ്മൾ ഇലയിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക. 2 പഴമൊക്കെ ഞെരടി പപ്പടവും കൂടെ കൂട്ടി ഞെരടി അങ്ങ് കഴിക്കുക. പാവയ്ക്കയുടെ കയ്പോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. സാധാരണ നമ്മുടെ ഒരു പ്രഥമൻ കഴിക്കുന്ന പോലെ തന്നെ. പക്ഷേ ഇത് ഒന്നും കൂടെ എന്താ പറയുക ഒരു വെറൈറ്റി. അപ്പോൾ എന്താ പറയുക, ഈ ഓണത്തിന് പാവയ്ക്ക സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക. ഒരിക്കൽ കൂടി റിൻസീസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. അപ്പം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.